ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരണ്യ വന്നിരിക്കുന്നതേ മത്തക്കായുമായിട്ട്. ഈ മത്തക്ക കൊണ്ട് എരിശ്ശേരി വെക്കാൻ വേണ്ടി. കാരണം ഇത് നാടൻ മത്തക്കായാണ് കേട്ടോ. ഇത് ഒരു പാടത്തുനിന്ന് ഞാൻ മേടിച്ചത്. കാരണം ഇവിടെയൊക്കെ പുള്ളിപ്പാണ്ടൊക്കെയാണ്. ഏതായാലും ഒത്തിരി പേര് കമന്റ് ഇട്ടായിരുന്നു വെക്കണമെന്നും പറഞ്ഞു. അപ്പൊ തന്നെ അന്ന് തൊട്ട് പറയണതാണ് ഇത് വെച്ചിട്ടില്ല, വെക്കാൻ പോകുന്നതേ ഉള്ളു. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, മറന്നു പോവല്ലേ. ഇനിയും ഞങ്ങളുടെ ഒത്തിരി വീഡിയോയും പാചകമായിട്ടും ചിരിയും തമാശയൊക്കെ ആയിട്ടൊക്കെ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. ഇതിപ്പോ ശരണ്യ അമ്മയും കൂടിയാണ് അച്ഛനും കൊണ്ട് അമ്മയുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കൊട്ടും പണി കൊടുക്കാൻ വേണ്ടി ശരണ്യ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് ചെയ്യുമ്പോ അച്ഛനും അമ്മക്കും ഒക്കെ ചെറുതായിട്ടൊരു പണി കൊടുക്കും. അമ്മ അങ്ങനെ വന്നിട്ടില്ലല്ലോ, അപ്പൊ അമ്മയും കാണിക്കും അല്ലേ. അതെ അതെ. അപ്പൊ ശരി, ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക്. എനിക്ക് മനസ്സിലായി. അച്ഛന് സാമ്പാറിന്റെ പണി തന്ന പോലെയാണ് അടുത്ത പണി. ശരണ്യ പകുതി മുറിച്ച് വെച്ചിരിക്കുന്നു, അച്ഛൻ ബാക്കി മുറിച്ചാ മതി. എനിക്ക് മനസ്സിലായിരുന്നു. എട്ടിന്റെ പണിയാണല്ലോ അച്ഛന് തന്ന. അത് ശരണ്യക്ക് പാടാണ്. ശരണ്യക്ക് സപ്പോർട്ട് ചെയ്യാൻ ഷിജു. അപ്പൊ എനിക്ക് അതിന് മത്തക്ക മുറിക്കാൻ പാടാണ്. ആർക്ക്? ശരണ്യക്ക്. അതെന്താ ആഹാരം കഴിക്കാതെ കിടക്കണം ഈ വീട്ടിൽ? അതല്ല, അതിനെ കൊണ്ട് മത്തക്കായൊക്കെ കട്ടി. കഴിഞ്ഞ ചക്കയൊക്കെ വലിച്ചു പൊക്കമുണ്ടായിരുന്നല്ലോ. അത് ഇത് ഇച്ചിരി എളുപ്പം തിന്നാൻ പറ്റില്ല, മറ്റേത് ടേസ്റ്റ് കൊണ്ട് തിന്നും അല്ലേ. ആള് ഇച്ചിരി ഏതായാലും വേഗം അരി. ഇത് ശരണ്യ അമ്മക്ക് എന്നാ പണി ഉണ്ട്? അമ്മ മറന്നു മറന്ന് നിൽക്കുവല്ലേ, ഒന്നും പറയാതെ. ഇന്ന് ഞാൻ പറയിപ്പിച്ച് കാണിച്ചു തരാം. വരുമെന്ന് തോന്നണില്ല. അമ്മ വരും, നമുക്ക് കാണാം. ശരണ്യ ഇത് നോക്കിയിരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ വന്നിരിക്കണേ? ശരണ്യയുടെ നേതൃത്വത്തിലാണ് ഇന്ന് വെക്കുന്നതല്ലേ. അതെ അതെ, അച്ഛനറിയാമല്ലേ. എനിക്കറിയാമേ. എന്റെ മകള് തന്നെ ചെയ്യുന്നു. അല്ലെ മകള് തന്നെ ചെയ്യും. പിന്നെ മകള് തന്നെ എന്തിന്? ഞാൻ അതൊന്നുമല്ല, ഞാൻ ചെയ്യണ കാര്യം വിനയമായിട്ട് ചെയ്യുക, അത്രയും. പാവത്തിന് കമന്റ് പറഞ്ഞ് അതിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അതെ അതെ അതെ. ഞാനതല്ല, എനിക്ക് വേറെ ഇച്ചിരി ചെറിയ കാര്യങ്ങൾ അടുത്തത് പോകാനുണ്ടായിരുന്നു. അല്ലെ പോകേണ്ട പാടി ഞാൻ തന്നെ പോകണ്ടേ. അന്ന് വണ്ടി എടുത്തിട്ട് ചെല്ലി അവിടെ ബൈക്ക്. അല്ല എന്താ പഠിക്കാത്തത്? ഇപ്പൊ എങ്ങനെ അതിനല്ലേ ഞാനുള്ളത് പറ ശരണ്യ. ഞാൻ കൊണ്ടുപോകും, എവിടെ വേണമെങ്കിലും ശരണ്യനെ കൊണ്ടുപോകും അല്ലേ. അല്ലേ തീർച്ചയായിട്ടും കൊണ്ടുപോകും. ഇന്ന് അടുത്ത പണി ഷിജുവിന് കിട്ടും. കാരണം ഇപ്പൊ പറഞ്ഞ വാങ്ങിയിട്ടുണ്ട് ഷിജു. അതൊക്കെ ഞാൻ കൊണ്ടുപോകുന്ന വെച്ചാൽ കൊണ്ടുപോകും. ശരണ്യ എവിടെ വേണമെന്ന് പറഞ്ഞാൽ മതി അല്ലേ ശരണ്യ? ഞാൻ കൊണ്ടുപോയി അല്ലേ ശരണ്യനെ? ഇന്ന് സെയിലുള്ള കൊണ്ടല്ലേ. കൊണ്ടുപോയത് ശരണ്യക്കറിയാം.
പെട്ടെന്ന് തൊലിയൊക്കെ ചീവി അരിഞ്ഞൊക്കെ എടുത്തല്ല. പെണ്ണുങ്ങളെക്കാട്ടും എളുപ്പമല്ലേ? അതായത് അച്ഛനെ വിളിച്ചു അമ്മയ്ക്കമ്മ പെയ്യെ ചെത്തി താമസം. അമ്മ കേക്കണ്ട കേട്ടാ. അമ്മയാണ് ഇതൊക്കെ പഠിപ്പിച്ച് തന്നത് കേട്ടാ. എന്നിട്ട് വലിയ ആളുകളിക്കല്ലേ അമ്മ വന്ന് ഏതെങ്കിലും പറയും. അന്നേരം ഇതിന് മോങ്ങരുത്. മോങ്ങരുത്. അമ്മ അങ്ങനെ ശരണ്യയുടെ ഒന്നും പറയലെന്ന് ശരണ്യക്ക് 100% ഉറപ്പുണ്ടല്ലേ? ഇവര് അമ്മയും മകളും ഒരു കാര്യം അമ്മ കേൾക്കണില്ല. അല്ല അമ്മ കേൾക്കണില്ല. ഞാൻ അമ്മനെ വിളിച്ച് ഞാൻ മൂപ്പിച്ച് കൊടുക്കാം. അപ്പൊ ശരണ്യയുടെ ശരണ്യയുടെ തോന്നലല്ലേ. ഞാനിപ്പോ വിളിച്ച് ഞാൻ പറയും ശരണ്യയുടെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഞാൻ വിളിക്കുന്ന കാര്യമല്ലേ പറഞ്ഞു. അത് തന്നെ അത് ഭയങ്കര ആട്ടമാണ് കാണിച്ചത്. ഒന്ന് വിളിച്ച് വരുവാന്നറിയാം. അതെന്താ പറയുന്നത്? എന്താ വരാത്തറിയാവാ ഞാൻ അമ്മക്കറിയാം നിങ്ങളുടെ ഇടനിലക്കാരനായിട്ട് നിക്കാൻ അമ്മേനെ കിട്ടിയത്. അന്നേരം ഒരാൾക്ക് പിണക്കാകുമെന്ന് അമ്മക്കറിയാം. അമ്മ ഇതെല്ലാം കേട്ടാണ് നിക്കണത് കേട്ടെ. വരിയല്ല കൊച്ചേ. ശരണി കിടന്നുറങ്ങിയാണല്ലോ ടേബിള്. അമ്മേനെ കാത്തിരിക്കുന്നു. ഇവര് കൊറേ നേരമായിട്ട് വിളിക്കുന്നു. അല്ല അത് അമ്മ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചു കൊടുത്താൽ പെട്ടെന്നാവും അമ്മ. ഇവര് തമ്മിൽ തർക്കമായിരുന്നു. സ്ഥലം വരെ ഉടുപ്പൊക്കെ എടുത്തിട്ട് പോകാറങ്ങിയപ്പോ ശരണ്യ കിടന്ന് അച്ഛാ അച്ഛാ അത് ഞാനോർത്ത് വേറെ വല്ലതും പറയാൻ എന്നെ വിളിച്ച് വരുത്തി ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് വിളിച്ചിരുത്തി. എന്നാലാണ് ഉടനെ ചാത്തയൊക്കെ എടുത്ത് ആ മത്തക്കായൊന്നും മുറിച്ചൊന്ന് അരിഞ്ഞു കൊടുക്കുക. അല്ല 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 അത് ഈ കഴിഞ്ഞ ദിവസം അല്ല ഇച്ചിരി കട്ടിയല്ലേ മത്തക്ക. അമ്മയുടെ അയ്യോ അച്ഛൻ വെട്ടുപോയി. ഇനിയും സമയം കിടക്കുന്നു. അല്ല ഇനിയുണ്ട് സമയമുണ്ട്. ഇനി അമ്മക്കും മകൾക്കും സമയമുണ്ട്. തരാം ഞാൻ തരാം. കുഴപ്പമില്ല. തീർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വൻപയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായി. ഇനി കഴുകി ഇത് കുക്കറാകത്തില്ല. പിന്നെ ഇതിനെ കല്ലുണ്ടോ നോക്കാൻ വയ്യ. കല്ലുണ്ടോന്ന് നോക്കാനാണ് അങ്ങനെ ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാൻ പോവാം. ഞങ്ങളുടെ ചക്കയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ഞങ്ങളെ വിളിച്ച് 3 ചക്കയാണ് തന്നിരിക്കുന്നത്. എന്തോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഉടനെ തന്നെ പറയണം ഇവിടെ പ്ലാവേ ഇഷ്ടം പോലെ ചക്കയുണ്ട്. അങ്ങനെ തന്നതാണ് കേട്ടോ. അപ്പൊ ഓഫാക്കിയായിരുന്നു. ആവിയൊക്കെ പോയിട്ട് തുറക്കാവുള്ളൂ കേട്ടാ. ഞാൻ പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ എളുപ്പം നോക്കണ്ട. അത് പോട്ടെ അവിടെ ഇരുന്ന് ആവി പോട്ടെ. ആവിയെല്ലാം പോയി ഞാൻ തുറക്കാൻ പോണം. പയർ കണ്ട് എന്തല്ലേ അങ്ങനെ മത്തക്ക അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. കുക്കറാകത്തില്ല. രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് ഞാൻ എടുത്തിട്ടില്ല. എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഫ്രിഡ്ജിനകത്തിരിക്കുക. ഞാൻ പച്ചമുളക് ഇട്ടു. ഇനി കുറച്ച് ഞാൻ പയ്യന് ഉപ്പിട്ടായിരുന്നു. ഈ പച്ചമുളക് അരിയാതെയാണ് ഇട്ട. ഇതിൽ കണ്ടിട്ട് ഏതാണ്ടോ അതേപടി ഇട്ട പോലെയാണ്. പോളന്നായിട്ടേക്കുന്നത്. ഞാൻ പയ്യന് ഉപ്പിട്ടായി നിങ്ങൾ കണ്ടല്ലേ. ഇനി ഞാൻ മത്തങ്ങയ്ക്ക് ഇച്ചിരി ഉപ്പിട്ടു. കൈ കഴിക്കോട്ടെ. കൈ കഴുകി. ഇച്ചിരി മഞ്ഞപ്പൊടി,
ആ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട്. മുളക് പൊടിയാ. ഇന്ന് ശനി എല്ലാം സ്പീഡിലാണല്ലോ ചെയ്യണം. എനിക്ക് ഒത്തിരി തുണികളക്കാറുണ്ട്. തുണിയിലക്കാനുണ്ടോ? വിഷയത്തിലല്ലേ പിന്നെ എന്നെ മഴയുണ്ട്. അപ്പൊ ഉച്ചക്ക് നനച്ചിട്ടാ വെയിലില്ല, മഴയാ. ഇന്നലെ തുണി അടക്കിയില്ലായിരുന്നു. ഞാൻ ഭയങ്കര മഴയായിരുന്നു. നിങ്ങളുടെ നാട്ടിലെ മഴയുണ്ടോ? എല്ലാം സ്പീഡാണ്. പട പറഞ്ഞെങ്കിൽ ചെയ്ത് എൻ്റെ പൊന്നെ സമ്മതിച്ചേക്ക്. ശനി അതെ അമ്മതേ രാവിലെ മുട്ട പൊളിച്ചോണ്ടിരിക്കാനല്ലേ. ടോബിക്ക് കൊടുക്കാൻ വേണ്ടി. ടോബിക്ക് കൊടുക്കാൻ മുട്ട പൊളിച്ചോണ്ടിരിക്കാനല്ലേ. മനുഷ്യനല്ല മുട്ട. അവൻ രാവിലെ ഒരു മുട്ട കൊടുക്കും. മുട്ടയും പാൽ. ജനിക്കണമെങ്കിൽ ടോബിയായിട്ടൊക്കെ ജനിക്കണല്ലേ. മുട്ടയും പാലും. അവൻ നമ്മുടെ ഒരു അംഗമല്ലേ. ഞാനല്ല കേട്ടോ, അമ്മ. അമ്മക്കുള്ള പണി വന്നിട്ടുണ്ട്. ഇതെന്നാണ് ശനി എടുത്തൊക്കെ വെച്ചിരിക്കുന്നത്? ഇതാ ഇതിന്ന് കടുക് കൊടുക്കാൻ. ചുമന്നുള്ളി, കരിയപ്പ്, ഉണക്കമുളക്, ഇതിന്റെ അകത്തും ചുമന്നുള്ളി ഉണ്ട്, ഇതിന്റെ അകത്തും ഉണ്ടല്ലേ. ആ അപ്പൊ എന്നാ അമ്മേനെ വിളിച്ച് തേങ്ങ ചെണ്ടിരിക്കാൻ പോയാണ്. ഞാൻ തന്നെ ചേരണ്ടി തന്നെ. പിന്നെ ഞാൻ ചേർത്തു. പിന്നെ അമ്മക്കൊരു പണി വേണ്ടേ? അമ്മക്കും പണി തരും, അച്ഛനും പണി തന്നെ. മകളാണ്. രണ്ട് സ്ഥലത്ത് ഇച്ചിരി കടുവ ഇത് വറുക്കാനും കൂടെ വേറെ വേണം. അല്ലേ നിന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം? അറിയാൻ വേണം, പറഞ്ഞു കൊടുക്കുക. മത്തൊക്കെ കട്ടിയുള്ളതായതുകൊണ്ട് അച്ഛനെ കൊണ്ട് അരിയിച്ചു. തേങ്ങ ചെരുണ്ടത് പാടായതുകൊണ്ട് അമ്മേനെ കൊണ്ട് ചോദിച്ചു. ഇന്ന് എന്തുകൊണ്ടും സുഖം എനിക്ക് തന്നെയാണ് കേട്ടാ. എനിക്കൊരു പണിയില്ല. ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടു. എന്നാ നിർത്തിക്കോ. എന്താ എന്നെ ചെരണ്ടി തീർന്നില്ലല്ലോ. ശനി മതിയാ? അത്ര മതിയാ? തന്നില്ലെന്നല്ലേ പരാതി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? വേൻ തുറന്നതാ. ഞാൻ ഒഴിക്കട്ടെ? ഒഴിച്ചോ. എന്തോരം ഒഴിക്കണം? ഒഴിച്ചോ. മതിയാ? നോക്ക്. മതി നോക്ക്. ഞാനുള്ള എണ്ണ കോരി മതി മതി മതിന്ന്. ചൂട വേണം. അമ്മ പറഞ്ഞു ചൂട വേണം. അത് അമ്മക്ക് എണ്ണ കാണുമ്പോ അങ്ങനെയുള്ള എണ്ണ ഉണ്ടെങ്കിലേ ടേസ്റ്റ്. അത് തീരുമ്പോ ഇതുപോലെ തന്നെ പറയണേ. എണ്ണ ഉണ്ടെങ്കില് നല്ല ടേസ്റ്റുള്ള കറി. എന്നാ ബാക്കി ശന്യ ചെയ്യാൻ ഞാൻ ഫോൺ തിരിച്ചു കൊടുക്കാൻ പോവാ. വറക്കാനുള്ള തേങ്ങ ഇടാൻ പോണേ. തേങ്ങ വറുത്തൊഴുകി പരുവത്തി എടുക്കണം. നമുക്ക് കുറച്ച് കടുക് ഇടണം. കറി കിട്ടെങ്കിൽ മാറിക്കോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച്. ഇപ്പൊ പൊട്ടിത്തെറിച്ച് മേറ്റ് വീണതേ ഉള്ളു. തന്നെയുടെ മേട്ട് ചെറുതായിട്ട് പൊട്ടിത്തെറിച്ച് വീണല്ലേ. ഞാൻ പറയാറുണ്ട് സൂക്ഷിക്കണമെന്ന്. അല്ല ഇപ്പൊ അകന്ന് നിന്നാണ് ചെയ്യണത്. ഒന്ന് പൊട്ടിത്തെറിച്ച് ചെറുതായിട്ട് വേത്ത് വീണ കാരണം ഇപ്പൊ ശരണ്യ അകന്ന് നിന്നൊക്കെയാണ് ചെയ്യണത്. ഞാൻ തടി മാറ്റി. ഇത്തിരി പേടിയുണ്ട് ഭാഗത്തിന്. കയ്യെ തെറിച്ച് വീണല്ലേ? ഇവിടെ ഇത് മൂപ്പിച്ച് വറുത്ത് തേങ്ങ ഇടാൻ പോണേ. ഇറക്കി കൂട്ടണം.
എന്തുവാ ഗ്യാസ് നമുക്കൊന്ന് അരക്കാം. ചെറുതായിട്ടൊന്ന് ചെറിയ ജാറ് മതി അരക്കാൻ. ചതച്ചെടുക്കുക. മഞ്ഞപ്പൊടി ഇട്ടല്ലേ? മഞ്ഞപ്പൊടി ഇട്ട് ജീരകം അതിൽ കാണിച്ചായിരുന്നല്ലോ. അരക്കണം. നിങ്ങൾ കണ്ടാണേ. ഇങ്ങനെ അരച്ചാ മതിയോ? ഒരു ചെറുതായിട്ട് അതിത് ചതച്ചെടുത്താൽ മതി. നമ്മൾ അത് ഇന്നത്തില്ല, ഞാൻ പിന്നെ എടുത്തന്നെയാണ്. കൈ പൊള്ളിക്കരുത്. മത്തക്കായൊക്കെ വെന്ത് നല്ല ഇതായി. അതിൻ്റെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതേപടി കിടക്കണം, ഇളക്കാതെ. മുളക് പൊടി മഞ്ഞപ്പൊടി അത് ഇളക്കാതെ ഇന്ന വെച്ചത്. അതിനെ ഇളക്കില്ലായിരുന്നു. മറന്നുപോയാ? മറന്നുപോയില്ല. ഇത് ആവശ്യമില്ലപ്പോ ഞാൻ ഓർത്ത് എല്ലാം കൂടെ ഒന്നിച്ച് വേറെ പാത്രത്തിലാക്കാം. മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്തല്ലേ വീണ്ടും. ഇനി വേറെ പാത്രത്തിൽ വെച്ചല്ലേ ചെയ്യുന്നത്? പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലോട്ടാക്കാൻ പോകാം. കുറച്ചേ ഉള്ളൂ. ഭക്ഷണമില്ല. അപ്പൊ ഇത് അരച്ച് വെച്ചത് എടുത്ത് ഇന്നത്തിടാൻ പോവാം. അരപ്പ് ഇളക്കാൻ പോണം. ചൂടാക്കാം. തീ കത്തിക്കാൻ പോണം. നമ്മള് വറുത്ത് വെച്ച തേങ്ങായും ഇതെല്ലാം നമ്മൾ അരപ്പിന ഈ മത്തങ്ങായിട്ട് ചേർക്കാൻ പോണേ. ഇതൊന്നും ലൂസായിട്ട് കിടക്കിയല്ലേ? ഇങ്ങനെ കട്ടിയായിട്ടാണ്? അവിയൽ പോലെയാണോ? ഞാൻ ആദ്യമായിട്ട് വെക്കുവല്ലേ. ഈ കമന്റ് പറഞ്ഞ ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇത് വെക്കുന്നത്. കമന്റ് പറഞ്ഞ ചേച്ചിക്കല്ലേ? എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ ശരണ്യയുടെ അറിയാവുന്ന രീതിക്ക് ചെയ്യും. എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടാ. വേണമെങ്കിൽ നമുക്ക് തുള്ളി വെളിച്ചെണ്ണ കൂടി ചേർക്കാം. വേപ്പിലൊക്കെ ഇട്ടായിരുന്നു. വേപ്പിലെല്ലാം കടുവാക്കിട്ടായിരുന്നു. ഞാനല്ലേ അടച്ചു വെച്ചത്. ഇനി തുറക്കണ്ടെന്ന് വെച്ചാണ് അടച്ചത്. തുറന്നാ? ഇല്ല. ചെറുതായിട്ട് ചൂടായാൽ മതി എന്നാ പറയുന്നത്. എനിക്കറിയാൻ മേല. ഞാൻ എന്തായാലും നല്ലതായിട്ട് ചൂടാക്കുന്നുണ്ട്. കണ്ടോ? നമുക്കിനി ഉപ്പെല്ലാം ഉണ്ടോ നോക്കാം. ഉപ്പ് നോക്കിയാ? ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കാം. അടിപൊളിയാണോ? അടിപൊളിയാ. എല്ലാരും ഇതുപോലെ ചെയ്ത് നോക്കണം. ഞാനിത് വെച്ചപ്പോ മഴ പെയ്തു. എന്റെ തുണികളൊക്കെ ഇന്നും ഇതായി. അപ്പൊ ഇത്രയുള്ള എല്ലാരും ഇത് എല്ലാരും ചെയ്ത് നോക്കണം കേട്ടാ. പിന്നെ കമന്റ് വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മറന്നു പോവല്ലേ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത്രയുള്ള. അപ്പൊ അടുത്ത വീഡിയോ എന്താ? മാങ്ങക്കറി. നിങ്ങൾക്ക് സുഖമാണോ? ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. അപ്പൊ അടുത്ത വീഡിയോ പിന്നെ